പ്രിയമുള്ളവരെ, മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ലോക ജനത കാത്തിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വാർത്ത. അതെ, ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ 25. ദൈവസ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം. പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും അവരുടെ ദുഃഖങ്ങളിൽ നമ്മെ തന്നെ കാണാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോ പിറക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വീടുകൾക്ക് മുന്നിലെ നക്ഷത്രം. തുടർന്ന് ക്രിസ്മസ് കരോളുകളുടെ വരവായി. ക്രിസ്തുവിന്റെ ജനത്തെ സൂചിപ്പിക്കുന്നതും നൃത്തങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വീട് വീടാന്തരം പാടി സ്തുതിക്കുന്ന സമൂഹ ഗാനമാണ് കരോൾ. പുൽക്കൂട് നിർമ്മാണവുമെല്ലാം ഇതിന്റെ തന്നെ ഭാഗമാണ്. ഡിസംബർ 25 ഉണ്ണീശോ ജനിച്ചു വീണ ദിവസം. അന്ന് മുതൽ ആ പുൽക്കൂടിന് കാവലായി നിന്ന ഒരാൾ, അതാണ് യൗസേപ്പിനെ പുതിയ നിയമത്താളുകളിൽ നമുക്ക് വേണമെങ്കിൽ നിശബ്ദ ഗായകൻ എന്നുകൂടി വിശേഷിക്കാൻ സാധിക്കും. വിശുദ്ധ യൗസേപ്പാണ് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ജനിച്ചു വീണപ്പോൾ ഉണ്ണീശോയെ ആദ്യമായി കൈകളിലെടുത്ത ആളാണ്. എന്നാൽ യൗസേപ്പ് അപ്പോൾ ഒരു കാര്യം മാത്രം അറിയാത്ത, 33 വർഷങ്ങൾക്ക് ശേഷം തന്റെ തന്നെ പേരുകാരനായ മറ്റൊരു യൗസേപ്പ് അവൻ തിരിശരിക്കും സ്പർശിക്കുന്നുണ്ട്. യൗസേപ്പ് ഉണ്ണീശോയെ പല മരണകരമായ അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷിച്ചിട്ടുണ്ട്. തന്റെ പുത്രനും മറിയത്തിനും വേണ്ടിയാണ് അവൻ ജീവിച്ചത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അവയെ ശക്തമായി നേരിടാനും പ്രതീക്ഷയോടെ മുന്നേറുവാനും ക്രിസ്മസ് നമ്മോട് ആഹ്വാനം ചെയ്യും. ഈ ഒരു ക്രിസ്മസ് ഭക്തിയോടും സ്നേഹത്തോടും കൂടെ നിന്ന് നമുക്ക് ആഘോഷിക്കും എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ജയ് വിഷു.